നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ കർണൂൽ ജില്ലയിലെ ഡിന്നേദേവരപാട് മണ്ഡലത്തിലെ 3.34 ഏക്കർ ഭൂമിയെക്കുറിച്ചുള്ള ഒരു നിയമപരമായ പോരാട്ടമാണ്. ഈ ഭൂമി അപ്പീലുകാർ തങ്ങളുടെ ഉടമസ്ഥാവകാശം 1943 മുതൽ അവകാശപ്പെടുന്ന ഒരു ഭൂമിയാണ്. ഹരിജന ഗോവിന്ദു എന്ന വ്യക്തിയായിരുന്നു അന്നത്തെ ഉടമസ്ഥൻ. പിന്നീട് ഒരു കോടതി ലേലത്തിലൂടെ കുറുവ രാമണ്ണ ഈ ഭൂമി സ്വന്തമാക്കി. തുടർന്ന് ഒന്നാം അപ്പീലുകാരന്റെ പിതാവിന് രജിസ്റ്റർ ചെയ്ത വിൽപ്പന രേഖയിലൂടെ കൈമാറി. അപ്പീലുകാർ അവരുടെ തുടർച്ചയായ കൈവശാവകാശം തെളിയിക്കാൻ ആന്ധ്രാപ്രദേശ് ഭൂമി അവകാശ നിയമം പ്രകാരമുള്ള പട്ടാദാർ പാസ്ബുക്കും ഭൂമി വരുമാന രസീതുകളും ഹാജരാക്കി. എന്നാൽ സർക്കാർ ഒരു ജില്ലാ വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനം നിർമ്മിക്കാനായി അറിയിപ്പോ നഷ്ടപരിഹാരമോ നൽകാതെ അവരെ ഒഴിപ്പിച്ചു. സർക്കാർ വാദിച്ചത് 1955-ൽ ഹരിജന ഗോവിന്ദുവിന് ഈ ഭൂമി അസൈൻ ചെയ്തു നൽകിയതാണെന്നും 1977-ലെ അസൈൻഡ് ലാൻഡ്സ് നിയമപ്രകാരം കൈമാറ്റം ചെയ്യാനും തിരിച്ചെടുക്കാനും പാടില്ലാത്ത വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു എന്നുമാണ്. 1989 നോട്ടീസ് നൽകിയ ശേഷം പൊതു ആവശ്യത്തിനായി ഭൂമി തിരിച്ചെടുത്തു എന്നും കൈവശാവകാശം കൈമാറി എന്നും സർക്കാർ വാദിച്ചു. ട്രയൽ കോടതി അപ്പീലുകാർക്ക് അനുകൂലമായി വിധി നൽകി. തിരിച്ചെടുക്കലിൽ നടപടിക്രമപരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയും പട്ടാദാർ പാസ് ബുക്കിന്റെയും വരുമാന രസീതുകളുടെയും അടിസ്ഥാനത്തിൽ അവരുടെ ഉടമസ്ഥാവകാശം സ്ഥിരീകരിച്ചു. എന്നാൽ ഹൈക്കോടതി ഈ വിധി റദ്ദാക്കി. അസൈൻ ചെയ്ത ഭൂമി തിരിച്ചെടുക്കുന്നത് നിയമപരമാണെന്നും അസൈൻ ചെയ്ത ഭൂമി കൈമാറ്റം ചെയ്യാനാവാത്തതാണെന്നും വിധിച്ചു. ഒടുവിൽ സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചു. അപ്പീലുകാർക്ക് ഉടമസ്ഥാവകാശത്തിനും കൈവശാവകാശത്തിനും ശക്തമായ അവകാശവാദമുണ്ടെന്ന് കണ്ടെത്തി. എന്നാൽ 30 വർഷം മുമ്പ് കെട്ടിടം നിർമ്മിച്ചതിനാൽ കൈവശാവകാശം പുനഃസ്ഥാപിക്കുന്നത് പ്രായോഗികമല്ലെന്ന് കോടതി വിലയിരുത്തി. പകരം 3 മാസത്തിനുള്ളിൽ 70 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഈ വിധിയിൽ സുപ്രീം കോടതി നിയമപ്രകാരമുള്ള ഉടമസ്ഥാവകാശത്തിന്റെ അനുമാനം ഊന്നിപ്പറയുകയും സർക്കാർ തെളിവുകളിലൂടെ അത് ഖണ്ഡിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുകയും ചെയ്തു. 1954 മുമ്പുള്ള അസൈൻഡ് ഭൂമികൾ നിയന്ത്രണ വ്യവസ്ഥകളില്ലാതെ കൈമാറ്റം ചെയ്യാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. കൂടാതെ ആർട്ടിക്കിൾ 300 അനുച്ഛേദ പ്രകാരമുള്ള ഭരണഘടനാപരമായ സംരക്ഷണം ശക്തിപ്പെടുത്തുകയും നഷ്ടപരിഹാരം നൽകേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു. സെക്ഷൻ 80 സിബിസിയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് അനാവശ്യമായ വ്യവഹാരങ്ങൾ ഒഴിവാക്കാൻ പൊതു അധികാരികൾ ഇത്തരം നോട്ടീസുകൾ ഗൌരവമായി എടുക്കേണ്ടതിന്റെ ആവശ്യകതയും കോടതി വ്യക്തമാക്കി.